എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചേർത്തുപിടിക്കാൻ സർക്കാർ കൊണ്ടുവന്നതാണ് സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി. കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാനത്താണ് 25 ഏക്കറിൽ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക്കിനപ്പുറം ദുരന്തബാധിതരുടെ സമഗ്രമായ പുനരധിവാസം കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. വിഷമഴ പെയ്തിറങ്ങി രോഗദുരിതത്തിലായ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ഇരകൾക്ക് സമഗ്രമായ പുനരധിവാസം എന്നതായിരുന്നു സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് മുള്ളിയാർ പഞ്ചായത്തിലെ ബോവിക്കാനത്ത് 25 ഏക്കർ സ്ഥലത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി തുടങ്ങി. ഈ പദ്ധതി 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ പദ്ധതിയിട്ടിരുന്ന തെറാപ്പി ക്ലിനിക് മാത്രമാണ് വർഷങ്ങൾക്കിപ്പുറവും നടപ്പിലായിട്ടുള്ളത്. എൻഡോസൾഫാൻ ഇരകളുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന സമഗ്ര പദ്ധതിയായാണ് അന്ന് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. എന്നാൽ അതൊന്നും നടന്നില്ലെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാവ് കുഞ്ഞികൃഷ്ണൻ അമ്പലത്തറ വ്യക്തമാക്കി. ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടി, എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ എന്ത് ചെയ്യും എന്ന അമ്മമാരുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് പുനരധിവാസ ഗ്രാമം ബോയിക്കാനത്ത് 25 ഏക്കറിൽ തുടങ്ങിയത്. കേവലം ഒരു തെറാപ്പി കേന്ദ്രത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇത് വളരെ ശാസ്ത്രീയമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ സർക്കാരിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ ആരംഭിച്ച സേവനങ്ങളിൽ കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി ബ്ലോക്കും ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്കും മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 18 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പ്രത്യേക പരിചരണം നൽകുന്ന ഫോസ്റ്റർ കെയർ ഹോം, വൈകല്യമുള്ള മുതിർന്നവർക്കുള്ള അസിസ്റ്റഡ് ലിവിങ്ങിനുള്ള ഹാഫ് വേ ഹോമുകൾ, ഇവരുടെ ആശ്രിതർക്ക് ഉൾപ്പെടെയുള്ള പിന്തുണയും പരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ എന്നിങ്ങനെ സമഗ്രമായിരുന്നു പദ്ധതി. എന്നാൽ ആദ്യഘട്ടത്തിലുള്ള കരുതലും തുടർ ചർച്ചകളും പദ്ധതി അവലോകനങ്ങളും പിന്നീടുണ്ടായില്ല. എൻഡോസൾഫാൻ ഇരകൾ വർഷങ്ങളോളം അനുഭവിച്ച അതേ അവഗണന പുനരധിവാസ ഗ്രാമത്തിന്റെ പൂർത്തീകരണത്തിലും ഉണ്ടാകുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. എൻഡോസൾഫാൻ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച ഒരു പദ്ധതിയാണിത്. നാമമാത്രമായ തുടക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിപുലപ്പെടേണ്ടതുണ്ട്. പുതിയ സർക്കാരിന്റെ ഇടപെടൽ കാത്തിരിക്കുകയാണ് ദുരിതബാധിതർ. കാസർഗോഡ് ബോവിക്കാനത്തു നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.